1729 മുതൽ 1756 വരെ തിരുവിതാംകൂർ രാജ്യം ഭരിച്ച അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തുടങ്ങിവെച്ച മുറജപം അതേ പ്രൗഢിയിലും ഭക്തിയിലും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പുരോഗമിക്കുകയാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം എന്നിവ 56 ദിവസമെടുത്ത് ശ്രീ പത്മനാഭ സന്നിധിയിൽ ജപിച്ച് പൂർത്തിയാക്കും. 8 ദിവസമെടുത്താണ് ഒരു മുറ പൂർത്തിയാക്കുന്നത്. ആദ്യ മുറജപം പൂർത്തിയാക്കിയ ശേഷം ഇന്നലെ അനന്തവാഹനത്തിൽ ശ്രീ പത്മനാഭസ്വാമിക്ക് ആദ്യ മുറ ശീവേലി നടന്നു. 7 മുറ പൂർത്തിയാക്കുന്ന 56-ാം ദിനമായ ജനുവരി 14-നാണ് മകരശീവേലിയും ലക്ഷദ്വീപവും. ഡിസംബർ 5-ാം തീയതി രണ്ടാമത്തെ മുറശിവേലി കമലവാഹനത്തിലാണ്. ഡിസംബർ 13-ന് മൂന്നാമത്തെ മുറശിവേലി ഇന്ദ്രവാഹനത്തിലാണ്. ഡിസംബർ 21-ാം തീയതി 4-ാമത്തെ മുറശിവേലി പള്ളിനിലാവ് വാഹനത്തിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. ഡിസംബർ 29-ാം തീയതി 5-ാമത്തെ മുറശിവേലി ഭഗവാൻ എഴുന്നള്ളിക്കുന്നത് ഇന്ദ്രവാഹനത്തിലാണ്. ജനുവരി 6-ാം തീയതി 6-ാമത്തെ മുറശിവേലി ഭഗവാൻ എഴുന്നള്ളിക്കുന്നത് പള്ളി വാഹനത്തിലാണ്. 14-ാം തീയതി ലക്ഷദ്വീപത്തിനന്ന് 7-ാമത്തെ മുറശിവേലി ഗരുഡ വാഹനത്തിലാണ് ഭഗവാനെ എഴുന്നള്ളിക്കുന്നത്. പത്മതീർത്ഥക്കരയിലെ ജലജപം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര പരിസരത്തെ വേദമന്ത്രങ്ങളാൽ 48 ദിനങ്ങൾ മുഖരിതമാക്കുന്നു. കിഴക്കും തെക്കുമുള്ള കൽപ്പടവുകളിൽ ജപക്കാർ നിരന്നു നിന്ന് ജലത്തിൽ പാദം സ്പർശിച്ച് വേദസൂക്തങ്ങൾ ജപിക്കുന്നു. രാജ്യവിസ്തൃതിക്കായി യുദ്ധങ്ങൾ നടത്തിയ അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തന്റെ ഭരണകാലത്ത് നിരവധി യുദ്ധങ്ങൾ നടത്തി. യുദ്ധം കഴിഞ്ഞപ്പോൾ മാർത്താണ്ഡവർമ്മയ്ക്ക് പാപപരിഹാരങ്ങൾ ചെയ്യണമെന്നായി. 1750-ൽ തൃപ്പടിദാനത്തിലൂടെ തിരുവിതാംകൂർ രാജ്യം ശ്രീപത്മനാഭസ്വാമിക്ക് സമർപ്പിച്ച മാർത്താണ്ഡവർമ്മ പരിഹാരകർമ്മങ്ങൾ പുരോഹിതരോട് ആരാഞ്ഞു. ദേവന് മുറജപം നടത്താനുള്ള തീരുമാനവും അങ്ങനെ ഉണ്ടായതാണ്. ക്ഷേത്രത്തിന്റെയും രാജ്യത്തിന്റെയും അഭിവൃദ്ധിക്കായി ഇന്നും ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ 6 വർഷത്തിലൊരിക്കൽ മുറജപം നടക്കുന്നു. മുറജപത്തിന്റെ 2-ാം ഘട്ടം ഡിസംബർ 5 വരെയാണ്. ക്യാമറമാൻ VS ബിജുവിനൊപ്പം പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.